ഹായ് ആൾ. ഇന്ന് ഞാൻ ഐബ്രോസ് എങ്ങനെയാണ് ഡാർക്കൻ ചെയ്യുന്നത്. അത് നമ്മുടെ ഏജുകാർ മിക്കവരും ഡാർക്കൻ ചെയ്യാറില്ല. അപ്പം എങ്ങനെയാണ് ഡാർക്കൻ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ എന്നുള്ളത് കാണിച്ചു തരാം. ഒത്തിരി നാളിന് മുമ്പ് ഞാൻ ഇതേപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഈ പ്രായമൊക്കെ ആകുമ്പോൾ നമ്മുടെ കണ്ണിന് കാഴ്ച മിക്കവർക്കും കുറവാണ്. വെള്ളയെഴുത്തെല്ലാം വന്ന് കാഴ്ച കുറവായിരിക്കും. അപ്പോൾ അത് കാരണം നമുക്ക് നേരെ ചൊവ്വേ നമ്മുടെ ഐബ്രോസോ കണ്ണെഴുതാനോ ഒന്നും പറ്റാതിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാഗ്നിഫയിങ് മിറർ വാങ്ങിച്ചു വയ്ക്കുക. ആ മാഗ്നിഫയിങ് മിററെല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ മാഗ്നിഫയിങ് മിറർ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കാണാൻ പറ്റും. നമ്മുടെ മുഖത്തുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കാണാൻ പറ്റും. അത് 10x ഉണ്ട്, 5x ഉണ്ട്, 3x ഉണ്ട്. നിങ്ങളുടെ കാഴ്ചയുടെ ശക്തി അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിച്ചു വയ്ക്കാം. എനിക്കിച്ചിരി പവർ കൂടുതലാണ്. അപ്പം ഞാൻ 10xൻ്റെ മിററാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അത് ഒത്തിരി നാളായി. ഞാൻ അന്നിട്ട വീഡിയോയിലും അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. 5xൻ്റെ ഒന്നുണ്ട്. പിന്നെ എനിക്ക് പേഴ്സിൽ വെക്കാനായിട്ടൊരു ചെറുതുമുണ്ട്. അതെൻ്റെ അനിയത്തി വന്നപ്പോൾ എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചു തന്നെയാണ്. എനിക്കതറിയില്ല, ഏതോ ഒരു ഷോപ്പിൽ നിന്ന് ഈ കോസ്മെറ്റിക്സ് ഒക്കെ കിട്ടുന്ന കടയിൽ നിന്ന്. പക്ഷേ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഒരു സൈഡിൽ നോർമൽ മിററും ഒരു സൈഡിൽ മാഗ്നിഫയിങ് മിറർ. അപ്പോൾ അത്യാവശ്യം നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ ചെറുതൊരെണ്ണം മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ കണ്ണെഴുതാനും പുരികം എഴുതാനും ഒക്കെ പറ്റും. ഇത് രണ്ടുമാണ് മെയിനായിട്ട്. നമ്മുടെ പുരികം നന്നായിട്ടിരുന്നാൽ മാത്രം നമുക്ക് പ്രായം കുറച്ച് തോന്നിക്കും. നിങ്ങളല്ലെങ്കിൽ എല്ലാവരും സെലിബ്രിറ്റീസിനെയോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പോൾ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ വരുമ്പോഴും അവരുടെ പുരികം ഒന്ന് ശ്രദ്ധിച്ചറിയാം. പുരികം നന്നായിരിക്കുമ്പോൾ പ്രായം കുറച്ച് തോന്നും. എന്നാൽ അതുമല്ല നമ്മുടെ മുഖത്തിനൊരു ഐശ്വര്യവും വരും. അപ്പോൾ നമ്മുടെ പ്രായക്കാർ മിക്കവരും ചെയ്യാത്ത വെച്ചാൽ അവർ മടിക്കുന്നതാണ്. പിന്നെ നമ്മൾക്ക് ഒരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ പുരികം കൊണ്ട് കുറച്ചൊന്ന് താരും, കണ്ണ് കുറച്ചൊന്ന് താരും. അപ്പോൾ പുരികം ഒന്ന് എഴുതി കഴിഞ്ഞാൽ, അറിയാത്ത രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരുന്നാലും അത് ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ശ്രമിച്ച് നോക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഈ വീഡിയോ ഇടുകയാണ്. ആർക്കെങ്കിലുമൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ വാങ്ങിച്ച ആമസോണിൽ നിന്ന് വാങ്ങിച്ച മിറർ എന്ന് പറയുന്നത് 5xൻ്റെ മിറർ ഇതാണ്. അത് വൺ സൈഡ് നോർമലും വൺ സൈഡ് ഇത് മാഗ്നിഫയിങ് മിററുമാണ്. അപ്പോൾ അതാണ് ഒന്ന്. പിന്നെ അടുത്തതൊന്ന് 10xൻ്റെയാണ്. 10xൻ്റെ ഇതാണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പം നമ്മൾ സ്പെക്സ് വെക്കാതെ തന്നെ നമുക്കിതിൽ കാണാൻ പറ്റും. സ്പെക്സ് വെച്ചാൽ നമുക്കത് ബ്ലർ ചെയ്തേ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ സ്പെക്സ് വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് സ്പെക്സ് വെച്ചിട്ട് പുരികം എഴുതാനോ കണ്ണെഴുതാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാഗ്നിഫയിങ് മിറർ വാങ്ങി വെച്ചേക്കുന്നത്. ഈ മാഗ്നിഫയിങ് മിറർ അപ്പം നമ്മൾ കണ്ണാടി ഊരിയിട്ട് നമുക്കത് നന്നായിട്ട് എഴുതാൻ പറ്റും. എന്നിട്ട് പിന്നെ കണ്ണാടി വെച്ചിട്ട് നോർമൽ മിററിൽ നോക്കിയോ അല്ലെങ്കിൽ ഇതിൽ തന്നെ നോക്കിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒന്ന് നിങ്ങളെല്ലാവരും വാങ്ങിച്ചേക്കണേ. എൻ്റെ പ്രായമൊക്കെ ഉള്ളവർ ഇതുപോലൊരു മാഗ്നിഫയിങ് മിറർ ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കയറി ഡയറക്റ്റായിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അത് എളുപ്പമാണ്. നമ്മുടെ പ്രായക്കാർക്ക് എളുപ്പമായിരിക്കും. നമുക്ക് എന്തെങ്കിലും നമ്മുടെ മുഖത്ത് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇതുപോലെ ഇത് ഒത്തിരി നാളായിട്ട് എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. പഴയ വീഡിയോയിൽ ഞാനിത് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല കറുത്ത കളറുമുണ്ട്, ഇതിൽ ലൈറ്റായിട്ടുള്ള കറുത്ത കളറുമുണ്ട്. ഇതിലൊരു ചെറിയ ബ്രഷും വരും. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അതല്ല യൂസ് ചെയ്യണം, എൻ്റെ കയ്യിൽ അത് കാണാനില്ല. അപ്പം ഞാൻ ഇതേപോലെ ഒരു ആംഗുലാർ ബ്രഷ് എന്ന് പറയുമ്പോൾ ഇതേ കണ്ടോ ഇങ്ങനെ ഇരിക്കും. ഇത് ഞാൻ എപ്പോഴും എഴുതുന്നതുകൊണ്ടാണ് കറുപ്പിരിക്കുന്നത്. ആംഗുലാർ ബ്രഷ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഈ സൈഡിൽ തന്നെ സ്പൂളിയുണ്ട്. അപ്പം നമുക്ക് പുരികം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആക്കാനും ഷേപ്പ് കൊടുക്കാനും ഒക്കെ ഇത് വെച്ച് പറ്റും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ ചീപ്പായിരുന്നാലും നിങ്ങൾക്ക് മതി. ബ്രഷ് മാത്രമാണെങ്കിലും അത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അപ്പം എനിക്കിപ്പോൾ ഈ മൊബൈലിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് മൊബൈലിൽ നിന്ന് നേരെ ചൊവ്വേ കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ കണ്ണാടി നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അതേപോലെ കണ്ണാടി നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാൻ മൊബൈലിലല്ല നോക്കുന്നത്. മൊബൈലിൽ നോക്കി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കണ്ണിന് കാഴ്ച കുറവായതുകൊണ്ട്. അപ്പം ഞാൻ ആദ്യം ഇത് എടുക്കുന്നത് തന്നെ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം ഇത് കളർ കുറഞ്ഞ കറുപ്പാണ്. ഇത് നല്ല ഡാർക്ക് കളർ കറുപ്പാണ്. അപ്പം ഇത് വെച്ചും ചെയ്യാം, ഇതും വെച്ചും ചെയ്യാം. പക്ഷെ നമ്മുടെ ഏജുകാർക്ക് ഈ ഒരുപാട് കറുപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ലൈറ്റ് കളർ കറുപ്പാണ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നാച്ചുറലായിട്ട് തോന്നും. ഇത് വെച്ചാണെങ്കിൽ പോലും നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നല്ല
ഡാർക്കായിട്ടുള്ള ബ്രൗൺ കളറാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ അതില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ സെലിബ്രിറ്റീസിനെയൊക്കെ ശ്രദ്ധിച്ചാൽ അവർ നല്ല ഡീപ്പായിട്ടുള്ള ബ്രൗൺ കളറാണ് ഉപയോഗിക്കുന്നത്, അവർ കറുപ്പല്ല ഉപയോഗിക്കുന്നത്. ഇനി ഇതെടുത്താലും നിങ്ങൾക്ക് ലൈറ്റായിട്ട് ആ ഹെയർസിൽ മാത്രം നിങ്ങൾ ടച്ച് ചെയ്ത് പോകണമെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ പരിചയമില്ലാത്തവർ എപ്പോഴും കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡുള്ള എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി എടുക്കുമ്പോൾ തന്നെ നിങ്ങളിങ്ങനെ കുത്തി അങ്ങനെ എടുക്കരുത്, ഒന്ന് ടച്ച് ചെയ്യുക, ഇങ്ങനെ ഒന്ന്, അതായത് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുക, രണ്ട് സൈഡും വേണമെങ്കിലും ടച്ച് ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്നത് നിങ്ങൾ ഒന്ന് എക്സ്ട്രാസ് അടിച്ച് കളയുക. ഇനി ഇതൊന്നും ഇല്ല, ഐബ്രോ പെൻസിലേ ഉള്ളൂ, അത് വെച്ച് നന്നായിട്ട് എഴുതാൻ പറ്റും, അറിയാത്ത രീതിയിൽ നല്ല ഭംഗിക്ക് എഴുതാൻ പറ്റും. അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ എടുക്കുക, ബാക്കി ഡാബ് ചെയ്യുക, എക്സസ് കളയുക. കളഞ്ഞതിന് ശേഷം ഈ സ്പൂളി വെച്ച്, അതായത് ഞാൻ ഈ കണ്ണാടിയിലോട്ടാണ് നോക്കുന്നത്, സ്പൂളി വെച്ചിട്ട് നമുക്ക് ഇത് ഐബ്രോസ് താഴോട്ടാക്കാം. എൻ്റെ പുരികത്തിന് ഒട്ടും കട്ടിയില്ല. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം വയസ്സായപ്പോഴത്തേക്ക് അതെല്ലാം പൊഴിഞ്ഞു പോയി. അപ്പം ഇങ്ങനെ താഴ്ത്തുമ്പോൾ കണ്ടോ, താഴ്ത്തുമ്പോൾ കണ്ടോ ഒട്ടും കട്ടിയില്ല, ഷേപ്പും ഒന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഞാൻ നേരത്തെ എടുത്തത് ഇതിലിരിപ്പുണ്ട്, അത് നമ്മൾ ഈ എൻഡിൽ നിന്ന് തുടങ്ങാതെ ഈ നടുക്ക് വെച്ച് ഈ ആർച്ച് ഷേപ്പ്, അതായത് നമ്മുടെ ഈ കണ്ണിൻ്റെ കരിമിഴിയുടെ മുകളിൽ വരത്തക്ക രീതിയിൽ ഇവിടെ ആയിരിക്കും ആർച്ച് ഷേപ്പ്, അതായത് ഈ വളവ് വരുന്ന അവിടം വെച്ച് തുടങ്ങണം, അല്ലെങ്കിൽ കുറച്ച് മുമ്പോട്ട് വെച്ചും തുടങ്ങാം. അപ്പം ഇങ്ങനെ ഒന്ന് തുടങ്ങുക, ഒരു ഷേപ്പാണ് ആദ്യം കൊടുക്കാനുള്ളത്. എന്നിട്ട് ഇതിൽ ബാക്കിയിരിക്കും, ഇനി നമ്മൾ എടുക്കരുത്, ബാക്കിയിരിക്കുന്ന ഒന്ന് ഫ്രണ്ടിലോട്ടും കൂടെ അങ്ങ് വരച്ച് കൊടുത്താൽ എളുപ്പമെന്ന് ഒരു ഷേപ്പ് കിട്ടും. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതങ്ങ് പൊക്കണം. എനിക്ക് ഐബ്രോസ് ഞാൻ എക്സ്ട്രാസൊക്കെ എടുക്കുന്നത് ഞാൻ തനിയെയാണ്, അപ്പോൾ ഒത്തിരി വളർന്ന് നിൽപ്പുണ്ട് എങ്കിൽ പോലും നമുക്ക് ഷേപ്പ് കൊടുത്തിരുന്ന അതൊരു ഭംഗിയായിട്ട് വരും. അപ്പോൾ ഇനിയിപ്പോൾ മേളിലോട്ട് പോയല്ലോ, ഇനി ഒന്നും കൂടെ നമ്മൾ അതിൽ നിന്ന് തന്നെ എടുക്കണം. അതിൽ നിന്ന് തന്നെ എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അതിൽ നിന്ന് തന്നെ ഒന്നുകൂടെ എടുത്തിട്ട് നമ്മൾ താഴെ ഷേപ്പ് കൊടുക്കണം. താഴെ ഷേപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരുപാട് താഴ്ത്തി ഇങ്ങ് കൊണ്ടുവരരുത്. ഒരുപാട് താഴ്ത്തി പുരികം കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണ് താഴ്ന്നിരിക്കും, അപ്പോൾ ഡ്രൂപ്പിയായിട്ട് തോന്നും, പ്രായം തോന്നും. എപ്പോഴും നമ്മൾ ഈ മൂക്കിൻ്റെയും കണ്ണിൻ്റെ ഈ അറ്റവും ഇങ്ങനെ വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ഇങ്ങനെ ഇതുവരെ വരാവും. ഓക്കെ, ഇതുവരെ വരുമ്പം അപ്പം നമുക്ക് കറക്റ്റിന് ഐബ്രോസ് നന്നായിട്ട് തന്നെ ഇരിക്കും. ഇപ്പം കണ്ടോ ഒരു ഷേപ്പ് വന്ന്. ഇനി ഇതിനെ ബാക്കി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക, ബാക്കി താഴെന്ന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഈ എൻഡ് വരെ കറുപ്പിക്കേണ്ട. ഇനി കറുത്ത് പോയി നിങ്ങളുടെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഇയർബഡ്സ് ഉണ്ടെങ്കിൽ, ഇയർബഡ്സ് അതായത് ക്യൂറ്റിപ്പ് എന്നാണ് പറയുന്നത്, ഇയർബഡ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അത് എക്സ്ട്രാസ് എടുത്ത് കളയാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. കണ്ടോ ഇപ്പോൾ ഒരു ഷേപ്പ് വന്നാൽ കണ്ടോ. ഇനി ഇത് ഒന്ന് നന്നായിട്ട് ഒരുപാട് പ്രസ് ചെയ്യരുത്, ബ്രഷ് വെച്ച് ഒരുപാട് പ്രസ് ചെയ്യാതെ ഇങ്ങനെ എടുത്തിട്ട് പതുക്കെ ഇവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ ചീപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ചെറിയ ചീപ്പുണ്ടെങ്കിൽ അതെടുത്ത് ഇങ്ങനെ മേളിലോട്ട് ചീവിയിട്ട് നമ്മൾ കൈ കൊണ്ട് പതുക്കെ ഇങ്ങനെ അങ്ങ് ഒതുക്കി കൊടുത്താൽ മതി, അത് നന്നായിട്ടിരിക്കും. ഇപ്പോൾ കണ്ടോ ഷേപ്പ് കണ്ടോ, ഇപ്പം നേരത്തെ ഇരുന്ന പോലെ അല്ലല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ ആ ഫ്രണ്ടിലോട്ടും കൂടെ ഒരു ചെറിയ ഡാർക്കൻ ചെയ്ത്, അതായത് ഫില്ല് ചെയ്യുക. അകത്ത് ഈ ഓട്ടയല്ല, ഒരുപാട് രോമം നമ്മുടെയൊക്കെ പൊഴിഞ്ഞു പോകുന്നതുകൊണ്ട് അകത്തൊക്കെ ഓട്ട പോലെ ആവുമല്ലോ. ഈ ഓട്ട പോലെ ആകുന്നത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതായത് കുത്തിപ്പിടിച്ച് ചെയ്യരുത്, കുത്തിപ്പിടിക്കാതെ നല്ല രീതിയിൽ വളരെ ലൈറ്റായിട്ട് വേണം നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ളത്. കണ്ടോ കണ്ടോ ഇപ്പം കണ്ടോ ഈ വശം നോക്കിയേ,
ഈ വശം കട്ടിയില്ല, ഈ വശം കട്ടിയുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിനൊരു ഭംഗി വരും. നമ്മുടെ ഏജ് കുറച്ചൊന്ന് കുറഞ്ഞു തോന്നും. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, എല്ലാവർക്കും ഏജ് പക്ഷേ ചിലർക്ക് നമുക്ക് ഒരുപാട് പ്രായമായിപ്പോയല്ലോ എന്നുള്ളൊരു ചിന്തയുള്ളവർ കുറച്ച് നമുക്ക് മേക്കപ്പിലൂടെ നമ്മൾ വേറെ ഒന്നും ഒരുപാടൊന്നും ഇടുന്നില്ലല്ലോ, അപ്പം നമുക്ക് ഇതും ചെയ്യാൻ. കണ്ണും ഒന്ന് കുറച്ചായിട്ടൊന്ന് കറുപ്പിക്കുക, പിന്നെ ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കും കൊടുത്താൽ നിങ്ങളെല്ലാവരും സുന്ദരികളായിട്ടിരിക്കുക. ഏത് പ്രായമുള്ളവരും സുന്ദരികളായിട്ടിരിക്കുക. ഒരുപാട് ഹെവി ആയിട്ട് നമ്മൾ ഈ പ്രായത്തിൽ മേക്കപ്പ് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നും. അപ്പോൾ ഇനി ഈ വശം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഈ വശം ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അന്നത്തെ വീഡിയോ കാണിച്ച പോലെ തന്നെ ഞാൻ ഈ വശം ഐബ്രോ പെൻസിലിട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇതില്ലാത്തവർക്ക് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഐബ്രോ പെൻസിലിട്ട് ഈ വശം ഒന്ന് എഴുതി കാണിക്കാമേ. ഈ ഐബ്രോ പെൻസിലാണ്. ഇതെനിക്ക് അറിയില്ല, ഇത് ഏതാൻ്റെ ആണെന്നൊന്നും എനിക്കറിയില്ല. ഏത് ഐബ്രോ പെൻസിലായാലും മതി. ഈ ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഐബ്രോ പെൻസിൽ എടുക്കുമ്പോൾ നിങ്ങൾ വരയ്ക്കരുത്. വരയ്ക്കാതെ ഒന്ന് ടച്ച് ചെയ്യാവൂ. ടച്ച് ചെയ്യുമ്പോഴേ, അല്ലെങ്കിൽ വരച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടിയൊക്കെ വരച്ച മാതിരി ഇരിക്കും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഐബ്രോ പെൻസിൽ വെച്ച് വേണ്ടെങ്കിൽ ഐബ്രോ പെൻസിലിൽ ഇത് വെച്ച് ഇങ്ങനെ എടുത്തും നിങ്ങൾക്ക് ഡാർക്കൻ ചെയ്യാം. ഞാൻ അങ്ങനെയല്ല ചെയ്യണം, ഞാൻ ഡയറക്റ്റ് പെൻസിൽ കൊണ്ടാണ് ചെയ്യുന്നത്. പെൻസിൽ കൊണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്കത് മനസ്സിലാവും. ഐബ്രോ പെൻസിലില്ലാത്ത ആൾക്കാർ കാണൂല, മിക്ക പെണ്ണുങ്ങൾക്ക് ഐബ്രോ പെൻസിലും കാണും, ഒട്ടും കാണും, ഒരു കരിയും കാണും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഐബ്രോ പെൻസിൽ വെച്ച് ചെയ്യുമ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് വെച്ച് താഴ്ത്തിയിട്ടാണ് ഐബ്രോ പെൻസിൽ വെച്ച് ചെയ്യുന്നത്. അത് ഈ വശം ഒരുപാട് ഫോഴ്സ് കൊടുക്കരുത്. ഫോഴ്സ് കൊടുക്കാതെ നിങ്ങൾ ഐബ്രോ പെൻസിൽ വെച്ച് നിങ്ങൾ ഒന്ന് ഡാർക്കൻ ചെയ്യാൻ നോക്കണേ. ഫോഴ്സ് കൊടുക്കരുത്. ഫോഴ്സ് കൊടുക്കാതെ നിങ്ങൾ പതുക്കെ ഒന്ന് വളരെ ലൈറ്റായിട്ട്, വളരെ സോഫ്റ്റായിട്ട് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. അപ്പം മുകളിലൊരു ഷേപ്പ് വന്ന് ഇനി നിങ്ങൾക്ക് താഴെ ചെയ്യുമ്പോഴും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വളരെ ലൈറ്റായിട്ട്, പിന്നെ ഐബ്രോ പെൻസിൽ എപ്പോഴും നല്ല ഷാർപ്പായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റും. അതായത് വരയ്ക്കുകയല്ല, അത് കളറ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പതുക്കെ ഈ സ്പൂളി എടുത്ത് പതുക്കെ മേളിലോട്ട് ചെയ്യുക. അപ്പോൾ എക്സസ് ഉണ്ടെങ്കിലും അതങ്ങ് പോകും. സ്പൂളി ഈ ഇല്ലാത്തടത്തും കൂടെ സ്പൂളിയിൽ അതെല്ലാം ഇങ്ങനെ ഒരു ഈവനായിട്ട് വരും, ഒരേപോലെ വരും. അതുകൊണ്ടാണ് ഞാൻ ആ സ്പൂളി ഉപയോഗിക്കാൻ പറയുന്നത്. കണ്ടോ, ഈ വശവും കണ്ടോ. ഇതിനേക്കാളും സത്യം പറഞ്ഞാൽ നല്ലതല്ലേ ഇത്. ഐബ്രോ പെൻസിലിൻ്റെ ഭംഗി അപ്പം കണ്ടോ. ചിലർക്കൊന്നും അറിയില്ല എഴുതാനായിട്ട്. അതായത് നമ്മൾ ഒരുപാട് ഫോഴ്സ് എഴുതാതിരിക്കുക. ഐബ്രോസ് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കടയിൽ പോയി സലൂണിൽ പോയി ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഐബ്രോ പെൻസിൽ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തരും നല്ല ഭംഗിയായിട്ടിരിക്കുക. കണ്ണിൽ കരി എഴുതുക. കണ്ണിൽ കരി എഴുതാൻ ഇല്ലെങ്കിൽ പോലും ഐബ്രോ പെൻസിൽ കൊണ്ട് എഴുതാൻ പറ്റും, നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ഒരു സഹായം ആണല്ലോ. അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ ഇടുന്നതൊക്കെ കുറച്ച് എന്തെങ്കിലും നമ്മളെ പ്രായക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലവ് യു ഓൾ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമേ. ഓക്കെ, ബൈ, സീ യു.